പ്രണയം നടിച്ച് 65 ലക്ഷം രൂപ തട്ടിയെന്ന യുവതിയുടെ പരാതിയിൽ ബിഗ് ബോസ് താരം ഷിയാസ് കരീമിനെതിരെ പോലീസ് കേസെടുത്തു. ഷിയാസ് കരീം കുറച്ചു പേർക്കെങ്കിലും അറിയാവുന്ന പേരാണെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി എന്ന് പറഞ്ഞുതരാം. ബിഗ് ബോസിലൂടെ മറ്റ് ടെലിവിഷൻ ഷോയിലൂടെ പ്രശസ്തനായ ഒരു വ്യക്തി. കുറച്ച് മലയാളികൾക്കെങ്കിലും അറിയാതിരിക്കില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നിരുന്നു. അതായത് പ്രണയം നടിച്ചു 65 ലക്ഷം രൂപ ഒരു യുവതിയിൽ നിന്ന് തട്ടി. അതിന്റെ ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. 10 നന്നായിട്ടോ ഒരുമിച്ച് വന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. പോടി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ല എന്ന് മരണം വരെ ഞാൻ പറഞ്ഞു. നീ എന്റെ മരണം വരെ, ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. ഇൻഷാ അല്ലാഹ് അത് ജിമ്മ് എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിന്റെ 20 ലക്ഷം രൂപയിൽ തീർക്കണം എന്ന് എന്റെ മനസ്സ് പറഞ്ഞ. ഇൻഷാ അല്ലാഹ് അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തെങ്കിലും ചെയ്തേ ഉള്ളൂ. അത് ഓക്കെ ആവാൻ മനസ്സ് പറയണം. ബാക്കി ഇത്തിരി ടൈറ്റ് വരെയിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാഹ് റെഡിയാക്കി എടുക്കണം. എന്തായാലും അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിന് പേര് നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ട് ഇടുക, എന്നിട്ട് അത് അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്ക് പറയാലോ ജിമ്മിന്റെ വർക്കിന്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി, കേട്ടില്ലേ? ഇതാണ് ആ ശബ്ദ സന്ദേശം. ശബ്ദ സന്ദേശത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഘട്ടം ഘട്ടമായിട്ട് കാശ് കൊടുക്കാനാണ് പറഞ്ഞത്. പിന്നെ സോഴ്സിന്റെ പ്രശ്നം വരാതിരിക്കാൻ അദ്ദേഹം പറഞ്ഞത് കൂടുതലും ലിക്വിഡ് ക്യാഷ് ആയിട്ട് തരാനാണ്. അതായത് കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ. അതാവുമ്പോൾ ആവശ്യമുള്ളപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടാൽ മതിയല്ലോ. ഇനി എന്തെങ്കിലും സോഴ്സിന്റെ പ്രശ്നം വന്നാൽ അത് ജിമ്മിൽ നിന്ന് കിട്ടിയ വർക്കിന്റെ ക്യാഷ് ആണെന്ന് പറയാമെന്നാണ് അദ്ദേഹം ആ ശബ്ദ സന്ദേശത്തിലൂടെ പറഞ്ഞത്. എന്തായാലും ഈ ശബ്ദ സന്ദേശവും തന്നെ ജിമ്മിന്റെ പാർട്ട്ണർഷിപ്പ് ആക്കാമെന്ന് പറഞ്ഞൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് യുവതി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത്. തുടർന്ന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും തനിക്കെതിരെ ഉണ്ടായ ആരോപണത്തെ തുടർന്ന് ഷിയാസ് കരീം ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അവരെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പൊ കേസ് നിൽക്കല്ല. എനിക്ക് എഫ്ഐആർ ഒട്ടും അറിയില്ല. ബട്ട് ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങളിൽ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളിവിടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ. ഇതിന് മുമ്പേ ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവരെന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാർ. ഞാൻ കേട്ടില്ലേ? ഇതാണ് ആ വീഡിയോ. ഷിയാസ് കരീം പങ്കുവച്ച വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് യുവതി അദ്ദേഹത്തിന്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടികളിലും മറ്റ് ചടങ്ങുകളിലും യുവതിയുടെ സാന്നിധ്യം ഉണ്ട്. യുവതി അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്നും അമ്മയുടെ അടുത്ത് നിന്നും കൂടാതെ പെങ്ങളുടെ അടുത്ത് നിന്നും സ്വർണം പണവും ഒക്കെ കൈപ്പറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ഒക്കെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഫൈനാൻഷ്യൽ ഡീലൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ യുവതി അദ്ദേഹത്തിനെതിരെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചെയ്തിരുന്നു. അതായത് ബിസിനസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കോടികൾ തട്ടി. അങ്ങനെ അതിനെ തുടർന്ന് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. അപ്പോൾ അതിനെതിരായിട്ടൊരു കൗണ്ടർ പരാതിയാണ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ വന്നേക്കുന്ന കേസ് എന്നാണ് ഷിയാസ് കരീം പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഷിയാസ് കരീമിനോടാണ്. തനിക്കെതിരെ അങ്ങനെ ഒരു വ്യാജ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് തെളിയിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. കാരണം വെറുതെ ഒരു യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. സോൾ പ്രൂഫ് തന്നെ വേണം. പിന്നെ ഷിയാസ് കരീം പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലായത് തന്നെ മാനസികമായും ശാരീരികമായും
തകർക്കാൻ വേണ്ടി യുവതി കൊടുത്തൊരു കള്ള പരാതിയാണ് ഈ പീഡന കേസ് എന്നാണ്. കാരണം സെലിബ്രിറ്റി ഫിഗറുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നാൽ സോഷ്യൽ മീഡിയയും ജനങ്ങളും വെറുതെ ഇരിക്കില്ലല്ലോ. സത്യാവസ്ഥ മനസ്സിലാക്കാതെയുള്ള ഗോസിപ്പുകളുടെ പ്രചാരണമായിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.